നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയില്ല. കഴിഞ്ഞ മാസം കൊച്ചിയിൽ വന്നപ്പോൾ സ്വീകരിക്കാനും യാത്രയയക്കാനും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി നേരിട്ട് VSSCയിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ കൊൽക്കത്തയ്ക്ക് പോകേണ്ട മുഖ്യമന്ത്രി വഴി തിരിച്ചുവിട്ട പ്രധാനമന്ത്രിയെ കണ്ട് കൈകൂപ്പി നിൽക്കുകയാണ് ചെയ്തത്. മകൾ വീണ വിജയന്റെ കേസിൽ SFIO അന്വേഷണം നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി തന്റെ യാത്ര തന്നെ മാറ്റിവെച്ച് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത്. ഇത് ഏറെ ചർച്ചകൾക്കും വഴിവെച്ചു. കേസ് ഒഴിവാക്കി തരാനാണ് പ്രധാനമന്ത്രിയെ പോയി തൊഴുതു നിന്നത് എന്നതായിരുന്നു ട്രോളുകൾ. വീണയുടെ കേസ് മാത്രമല്ല, കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്ന പേരിലും നിരന്തരം കേന്ദ്രത്തിനെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, കേന്ദ്ര വിരുദ്ധതയ്ക്കെതിരെ CPM മുൻകൈയെടുത്ത് ഡൽഹിയിൽ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ച സമയം കൂടിയായിരുന്നു അത്. എന്തായാലും പിണറായി മോദിയെ കണ്ടത് വെറുതെയായി. വീണയ്ക്കും എക്സാലോജിക്കിനും എതിരെ അന്വേഷണം വരികയും അന്വേഷണത്തെ എതിർത്ത് വീണ നൽകിയ ഹർജികൾ കേരള കർണാടക ഹൈക്കോടതികൾ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിയുകയും ചെയ്തു. വീണയ്ക്കെതിരെയുള്ള പരാതി SFIOയും EDയും ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിന്റെ ഒടുവിൽ ആരിലേക്കാണ് ഇത് എത്തുകയെന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളം. അതുകൊണ്ട് കൂടിയാകണം ഇത്തവണ പിണറായി മനഃപൂർവ്വം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്താതിരുന്നത്. മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയെ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സ്വീകരിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി മോദി എത്തിയത്. വലിയ സുരക്ഷയാണ് മോദിക്കായി നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 10:45 വിമാനം ഇറങ്ങിയത്. 11:10 മോദി വിമാനത്താവളത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവും വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും എത്തി. വിമാനത്താവളത്തിൽ നിന്നും മോദി പോയത് VSSCയിലേക്ക്. VSSCയിൽ ISROയുടെ വിവിധ പദ്ധതികൾ മോദി നോക്കിക്കണ്ടു. ISRO ചെയർമാൻ S സോമനാഥ് പദ്ധതികൾ വിശദീകരിച്ചു. ISROയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയാണ് വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും എത്താത്തത് എന്നാണ് സൂചന. കേന്ദ്രമന്ത്രി V മുരളീധരനും VSSCയിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. വിശദമായാണ് മോദി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ISROയുടെ ഓരോ പദ്ധതിയും മോദി മനസ്സിലാക്കിയിട്ടുണ്ട്. വിമാനത്താവളവും ISRO കേന്ദ്രവും തമ്മിൽ കുറച്ചു ദൂര വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും എത്താതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ പോയാൽ മോദി എത്തും മുമ്പ് ISROയിൽ എത്തുക അസാധ്യമാണ്. പ്രധാനമന്ത്രിക്കുള്ള സുരക്ഷാ പ്രോട്ടോകോൾ കാരണമാണ് ഇത് എന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി V മുരളീധരനും വിമാനത്താവളത്തിൽ എത്താതിരുന്നത്. ഇവർ നേരെ ഇസ്രോയ്ക്ക് കീഴിലുള്ള VSSCയിൽ എത്തുകയായിരുന്നു. പ്രധാനമന്ത്രിക്കായി VSSCയിൽ പ്രത്യേക പ്രദർശനം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഗഗൻയാൻ പദ്ധതിയിൽ മനുഷ്യന്റെ പങ്ക് വിശദീകരിക്കുന്നതായിരുന്നു അത്. ഗഗൻയാൻ പദ്ധതിക്ക് പുതുവേഗം നൽകാൻ കൂടിയാണ് VSSCയിലേക്ക് മോദി എത്തിയതെന്നാണ് വസ്തുത. സാധാരണ ഇത്തരം ഔദ്യോഗിക പരിപാടിക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും സ്വീകരിക്കാൻ എത്തുന്നതാണ് പതിവ്. എന്നാൽ VSSCയിൽ പ്രശ്നരഹിതമായി എത്താൻ രണ്ടുപേരും വിമാനത്താവളം ഒഴിവാക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ പരിപാടിക്ക് ശേഷം തമിഴ്നാട്ടിലേക്കാണ് മോദി പോവുക. അതിനുശേഷം നാളെ ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തും. ഇവിടെ നിന്നാണ് മഹാരാഷ്ട്രയിലേക്കുള്ള നാളത്തെ മടക്കമുണ്ടാവുക. ഈ സമയം യാത്രയയക്കാൻ മുഖ്യമന്ത്രിയും ഗവർണർ എത്താൻ സാധ്യത ഏറെയുമാണ്. നന്ദി.